ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രിയോ ട്രാവലറിന്റെ മറ്റ് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ അൺബോക്സിംഗിൽ നമ്മൾ ചെറിയൊരു പ്രോഡക്റ്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞേക്കാം. ബോയയുടെ M1 എന്ന് പറഞ്ഞ കണ്ടൻസർ മൈക്രോഫോണിന്റെ റിവ്യൂവും അൺബോക്സിംഗുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്, ഡെഫിനറ്റ്ലി വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് DSLR ഒക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഓഡിയോ ഔട്ട്പുട്ട് കൊടുക്കാവുന്ന ഒരു സംഭവമാണ്, ഒരു ഡിവൈസാണ് ഈ ഒരു മൈക്രോഫോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളും മറ്റുമൊക്കെ അധികമായി നടക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾക്കൊക്കെ സ്മാർട്ട് ഫോൺ വഴിയോ ലാപ്ടോപ്പ് വഴിയോ ഒക്കെ ഒരൽപ്പം ദൂരെ നിന്നൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ എടുക്കേണ്ടി വരിക. ലാപ്ടോപ്പിൽ നിന്ന് ഒരൽപ്പം ദൂരെ നിന്നിട്ട് നമുക്ക് പ്രസന്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഡീഫോൾട്ട് മൈക്ക് അത്ര ഒരു ഉപകാരപ്രദമായി എന്ന് വരത്തില്ല, നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ബോയയുടെ ഈ ഒരു M1 എന്ന് പറഞ്ഞ മോഡല്. ഇത് വളരെ ചീപ്പായിട്ട് ആമസോണിൽ ലഭിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് ഇത് കണക്ട് ചെയ്ത് ഇതിന്റെ റിവ്യൂവും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് എൻ്റെ DSLR ക്യാമറയിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും അൺബോക്സിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനലിലെ കണ്ടന്റ് നിങ്ങൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗും റിവ്യൂവും ബാക്കി കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ബോയ BY-M1 എന്ന് പറയുന്ന കണ്ടൻസർ മൈക്രോഫോൺ ആണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ആമസോണിൽ വാങ്ങിച്ചത് 850 രൂപയ്ക്കാണ്. അത് ഈ ഒരു ഫ്ലാഷ് സെയിൽ നടന്ന സമയത്ത് എനിക്ക് ഓഫറിൽ കിട്ടിയതാണ്. അപ്പോൾ വേറൊരു കാര്യം ആദ്യമേ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞേക്കാം. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇതേ ഇവിടെ എഴുതിയിരിക്കുന്നത് 995 രൂപ എന്നാണ്. അപ്പോൾ 995 ഈ ഒരു പ്രോഡക്റ്റിന്റെ മാക്സിമം പ്രൈസ്. പക്ഷേ ആമസോണിൽ നിന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നോക്കിക്കോളുക, ചില സമയത്ത് ഈ ഒരു പ്രോഡക്റ്റ് 1200 1250 രൂപ വരെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് തീർച്ചയായും നഷ്ടമായിരിക്കും. അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് ഇതിന്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് 995 രൂപയാണ്. അപ്പം അതിൽ കുറവോ അല്ലെങ്കിൽ ഈ സെയിം പ്രൈസിലോ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ മാത്രം ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക. അവർ ചില സമയത്ത് ഈ ഒരു പ്രൈസ് കൂട്ടിയിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് 2-3 തവണ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത്. ഞാൻ ആദ്യമൊക്കെ നോക്കിയ സമയത്ത് തന്നെ 1200 സംതിങ് ഒക്കെ ആയിരുന്നു. ഓഫർ പ്രൈസ് വന്നപ്പോഴത്തേക്ക് 7850 ആയി. ഇപ്പോൾ അത് ഏകദേശം 800 സംതിങ്ങിനാണ് ആമസോണിൽ കിടക്കുന്നത്. അപ്പം ഇതാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഒരു ഔട്ടർ ലുക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ ബോയ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ബ്രാൻഡ് നമുക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മൈക്രോഫോൺ മാനുഫാക്ചറർ ആണ്. ഹോങ്കോങ് ആസ്ഥാനമാക്കിയിട്ടുള്ള ബോയ എന്ന് പറയുന്ന കമ്പനി. ഒരുവിധപ്പെട്ട എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും യൂസ് ചെയ്യുന്നത് ഈ ഒരു ബോയയുടെ മൈക്കും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു മൈക്രോഫോണിന്റെ പേരും ബാക്കി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു എംബ്ലം ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, ബോയയുടെ ഒരു ഹോളോഗ്രാം സ്റ്റിക്കറും ബാക്കി കാര്യങ്ങളൊക്കെ. എന്നിട്ട് സൂപ്പർ സൗണ്ട് ഫോർ പ്രസന്റേഷൻസ് ആൻഡ് വീഡിയോ റെക്കോർഡിംഗ് എന്നുള്ളത് ബോയ BY-M1 എന്ന് പറയുന്ന മോഡല്. അതുപോലെ താഴെ എൻ്റെ കമ്പാക്റ്റബിൾ ഡിവൈസിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് ഫോണുകൾ, ടാബ്ലറ്റുകൾ, ലാപ്ടോപ്പുകൾ, DSLRകൾ, അതുപോലെ തന്നെ ക്യാം കോഡറുകൾ. അപ്പോൾ ഇത്രയൊക്കെ ഡിവൈസുകൾ ഇത് കമ്പാക്റ്റബിൾ ആണെന്ന് പറയുന്നുണ്ട്. സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇൻഫർമേഷൻസ് തന്നെയാണ് ഇവിടെയും എഴുതിയിരിക്കുന്നത്. ബാക്കിലൊന്നുമില്ല. ഈ ഒരു സൈഡിലേക്കും ജസ്റ്റ് ആ ഒരു യൂസറിന്റെ നോർമൽ പ്രസന്റേഷനും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ക്ലിപ്പ് ഓൺ മൈക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്മാർട്ട് ഫോൺസിന് വേണ്ടിയിട്ട്. DLR, ക്യാം കോഡേഴ്സിന്, ഓഡിയോ റെക്കോർഡേഴ്സിന് സപ്പോർട്ടബിൾ ആണ്, PCക്ക് സപ്പോർട്ടബിൾ ആണെന്ന് എഴുതിയിട്ടുണ്ട്. Omnidirectional കണ്ടൻസർ മൈക്രോഫോൺ ആണ്, ഹൈ ക്വാളിറ്റി കണ്ടൻസർ, അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സ് അവർ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻസും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. അതിന്റെ ഫ്രീക്വൻസി റേഞ്ചും സിഗ്നൽ നോയ്സിന്റെ സ്ട്രെങ്തും ബാക്കി കാര്യങ്ങളും അതിന്റെ സെൻസിറ്റിവിറ്റിയെ കുറിച്ചുള്ളതും ഔട്ട്പുട്ടിനെ കുറിച്ചിട്ടുള്ളതുമായിട്ടുള്ള സംഭവങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആക്സസറീസിന്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ബാറ്ററി ടൈപ്പ് LR44 എന്ന് പറയുന്ന ഒരു ബട്ടൺ ബാറ്ററിയാണ് ഈ ഒരു പർട്ടിക്കുലർ മൈക്രോഫോണിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ ഡയമെൻഷൻസും വെയിറ്റും ബാക്കി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ഇത് ചൈനയിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അത് നമ്മൾ ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മൈക്കിന്റെ പുറമെയുള്ള സംഭവങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കിയിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതിനകത്ത് ജസ്റ്റ് ഒരു കവർ, ഒരു ലെതർ ടൈപ്പ് കവറാണ് ഇരിക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്
പ്രോഡക്റ്റ്. അതിൽ ബോയ എന്നുള്ള അവരുടെ ബ്രാൻഡിൻ്റെ പേര് അത്യാവശ്യം നല്ല ഡിസൈനിലായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിലിത് എന്താ പറയുക, നമ്മുടെ സീറ്റ് കവറൊക്കെ കണക്കുള്ളൊരു കവറാണ് കേട്ടോ, ലെതറല്ല ബട്ട് കൈൻഡ് ഓഫ്. അപ്പോൾ അത് നമുക്ക് സാധനങ്ങൾ ഓരോന്നായിട്ട് പുറത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ സാധനങ്ങളെല്ലാം എടുക്കാൻ പുറത്ത്. പിന്നെ ഇതിനകത്ത് കവറിനകത്തൊന്നുമില്ല, കഴിഞ്ഞു. അപ്പോൾ ഈ സാധനം നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിൽ നമുക്കൊരു യൂസർ ഗൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. യൂസർ ഗൈഡിൽ എങ്ങനെയാണ് കണക്ഷൻസ്, ബാക്കി കാര്യങ്ങൾ എന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ചൈനീസിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ജസ്റ്റ് ഒരു നോർമലായിട്ടുള്ള യൂസർ മാനുവലും ബാക്കി കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ അതും നമ്മൾ ജസ്റ്റ് സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഒരു വാറണ്ടി കാർഡ് അവർ തരുന്നുണ്ട്. ഷെൻസൺ ജിയാസ് ഫോട്ടോ ഇൻഡസ്ട്രിയൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ബോയ മൈക്കിൻ്റെതായിട്ടുള്ള ഒരു വാറണ്ടി കാർഡാണ് നമുക്ക് ഇവിടെ പിന്നീട് ലഭിക്കുന്നത്. അതും മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇതിൻ്റെ ആക്സസറീസ് ജസ്റ്റ് ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും 4 ആക്സസറീസ് ആണ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇത് അതിൻ്റെ എന്താ പറയുക, ഫോം വിൻസ്ക്രീനാണ്. അതായത് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ മൈക്കിനെ കവർ ചെയ്ത് വെക്കുന്ന ഒരു സാധനം. അതുപോലെ തന്നെ നമ്മുടെ ഒരു LR44 ബാറ്ററി അവർ തന്നിട്ടുണ്ട്. കാരണം ഈ ഒരു പർട്ടിക്കുലർ ചില റിവ്യൂസിലൊക്കെ ആമസോണിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് അവർ ബാറ്ററി തരില്ല എന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയും അവർ LR44ൻ്റെ ഒരു ബാറ്ററി ഇതിനകത്ത് അവർ തന്നിട്ടുണ്ട്. ഈ ബാറ്ററിയിൽ അതിന് മോഡൽ നമ്പരൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, LR44 ആണെന്നുള്ള കാര്യം. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു ക്ലിപ്പെന്ന് പറയുന്നത്. നോക്കണാകട്ടെ, ഇത് ലേപ്പൽ ക്ലിപ്പ് എന്നാണ് ഇതിനെ അറിയുന്നത്. ഈ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോഫോണിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ മൈക്രോഫോൺ കണക്ട് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലിപ്പാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളൊരു ക്ലിപ്പാണ്. അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ അത് ഇരുന്നോളും. എവിടെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ഇങ്ങോട്ട് ഊരി വരത്തില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ അതും കൊള്ളാം, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇത് ഒരു എന്താ പറയുക 1/4 ഇഞ്ചിൻ്റെ ഒരു അഡാപ്റ്ററാണ്. ഇത് ബേസിക്കലി നമുക്ക് വലിയൊരു യൂസ് വരാതെ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡേഴ്സൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അതിൽ നമുക്ക് ഈ ഒരു 3.5 ഇൻറ്റു ആ ഒരു ഓഡിയോ കണക്ടറിലേക്ക് കണക്ട് ചെയ്യുന്നതിനുള്ളൊരു സാധനമാണ് ഇതെന്ന് പറയുന്നത്. കണ്ടോ, പക്ഷെ അത്ര ടൈറ്റ് ഇല്ല കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഇരുന്നോളും. ആൻഡ് ദെൻ ഇത് നമുക്ക് നമ്മുടെ ഓഡിയോ ഡിവൈസിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു 1/4 ഇഞ്ചിൻ്റെ അഡാപ്റ്ററുമാണ് അതിൽ. അപ്പോൾ ഈ ഒരു 4 എന്താ പറയുക ആക്സസറീസ് ആണ് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു 2 സാധനങ്ങൾ, ഈ ഒരു അഡാപ്റ്ററിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ കറണ്ടിൽ ഇല്ല. ഇനി അതിൻ്റെ മെയിൻ പ്രോഡക്റ്റ് എടുക്കുകയാണോ എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനമാണ് നമ്മുടെ ബോയ M1 എന്ന് പറയുന്ന മോഡൽ ഇത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൈക്ക് എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ കണ്ടൻസർ ടൈപ്പാണ്. അതിൽ നമുക്കൊരു ഓൺ ഓഫ് ബട്ടൺ ആണ് ആക്ച്വലി. ഇത് അവർ ക്യാമറാസ് ഓൺ സ്മാർട്ട് ഫോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് കറൻ്റ്ലി ഓൺ ഓഫ് ബട്ടൺ ആണ്. അത് നമുക്കിവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കത്തക്ക രീതിയിലുള്ള ചെറിയൊരു ക്ലിപ്പ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ എന്ന് പറയുന്നത് 20 ഫീറ്റ് ആണ്, 20 ഫീറ്റ് നീളമുള്ള കേബിളാണ് അവരതിൻ്റെ കൂടെ തരുന്നത്. അപ്പോൾ ഈ ഒരു കേബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ദൂരത്തിൽ, ഇപ്പം DSLR-കളിലൊക്കെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ദൂരത്തിലിരുന്നു കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാനും കഴിയും. അതോടൊപ്പം തന്നെ ഓഡിയോ ക്വാളിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു ലെങ്ത് നമുക്ക് അത്രയും ഡിസ്റ്റൻസ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന പിന്നെ വളരെ നല്ലൊരു ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഈ ഒരു 20 ഫീറ്റ് കേബിൾ ഇതിൻ്റെ കൂടെ കിട്ടുക എന്ന് പറയുന്നത്. കാരണം DSLR എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ഒബ്ജക്റ്റിൽ നിന്ന് അല്പം ദൂരം നിന്ന് ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബ്ലറായിട്ട് എടുക്കുമ്പോഴത്തേക്ക് വീഡിയോയ്ക്ക് നല്ലൊരു ക്വാളിറ്റി കിട്ടും. പക്ഷേ നമ്മൾ നോർമൽ DSLR വെച്ച് റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ദൂരത്ത് നിന്ന് നമുക്ക് നല്ല ഇമേജ് ക്വാളിറ്റി കിട്ടും, പക്ഷേ സൗണ്ട് ക്വാളിറ്റി ഭയങ്കര ശോകമായിരിക്കും. അപ്പം ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനാണ് ഈ ഒരു 20 ഫീറ്റിൻ്റെ കേബിൾ അവർ ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മൈക്ക് സംഭവം. എല്ലാം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു വിൻഡ് ഷീൽഡ് തന്നിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യാം. അത് ജസ്റ്റ് അതിലേക്ക് ജസ്റ്റ് വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ജസ്റ്റ് നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരുവിധപ്പെട്ട നോയ്സ് റിഡക്ഷനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം അത് ഒരുവിധപ്പെട്ട നോയ്സുകളൊക്കെ ഇതിനകത്ത് പോകും എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ കാറ്റ്, നമ്മളിപ്പം റെക്കോർഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള വിൻഡ് മൂവ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ക്യാപ്ചർ ചെയ്യാതെ നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി തരുന്ന ഒരു ഫോം വിൻഡ് സ്ക്രീനാണ് ഈ ഒരു തന്നിരിക്കുന്നത്. പിന്നീട് ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക്
സ്മാർട്ട് ഫോണുകൾക്ക് ഉപയോഗിക്കാം, DSLR-കൾക്ക് ഉപയോഗിക്കാം, ക്യാം കോഡറുകൾ, ഓഡിയോ റെക്കോർഡറുകൾ, PC, ലാപ്ടോപ്പ്. ഈ ഒരു 3.5mm ജാക്ക് കമ്പാക്റ്റബിൾ ആകുന്ന എല്ലാ ഡിവൈസുകളിലും നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ മൈക്രോഫോൺ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങിച്ചത് എൻ്റെ DSLR ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാനത് കാണിച്ചു തരാം. പിന്നീട് നമുക്ക് ഈ ഒരു സാധനം നമുക്കത് ഇവിടെ ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ, ഇതേ കണ്ട. അപ്പോൾ ഇത് ഇത്രയും ജസ്റ്റ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ക്ലിപ്പിങ്ങും കറക്റ്റായി. ഇതിന് നമ്മുടെ ഡ്രസ്സിൽ ജസ്റ്റ് കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് സംസാരിച്ച് തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു പ്ലഗ് ആൻഡ് പ്ലേ സെറ്റപ്പ് ആണ്. ജസ്റ്റ് ഡിവൈസുകളിൽ കണക്ട് ചെയ്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സംസാരിച്ച് തുടങ്ങാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൽ ഈ ഒരു ബാറ്ററി നമ്മൾ ഇടുന്നത് ഈ ഒരു പർട്ടിക്കുലർ സ്പോട്ട് നമ്മൾ ഇങ്ങനെ ഊരണം. ഓക്കെ, ഇങ്ങനെ ഊരി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ബാറ്ററി ഇടുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ടാകും. നമുക്ക് അവിടേക്ക് ജസ്റ്റ് ഈ ഒരു ബാറ്ററി ജസ്റ്റ് ഇതെങ്ങനെ തള്ളി കയറ്റി കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഇതങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാറ്ററി അവിടെ സെറ്റായിട്ടിരുന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണക്ഷൻ്റെ പാർട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഇനി ഒന്നും ചെയ്യാനില്ല. ഈ ഒരു സാധനം ജസ്റ്റ് നമ്മുടെ DSLR-ലേക്ക് കണക്ട് ചെയ്യുക, സംസാരിക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ജസ്റ്റ് ഓൺ ഓഫ് ബട്ടനാണ്. ഇവിടെ നമുക്ക് ഓണും ഓഫും എന്നുള്ളൊരു സംഭവമുണ്ട്. ഇത് ജസ്റ്റ് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് സംസാരിച്ച് കഴിഞ്ഞാൽ ഇതുവഴിയുള്ള റെക്കോർഡിങ്സും ബാക്കി കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി ഇത് DSLR-ൽ എങ്ങനെയാണ് എന്ന് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എൻ്റെ DSLR ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു DSLR ആണ് ഞാൻ കറൻ്റിലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് നിക്കോണിൻ്റെ D5300 എന്ന് പറഞ്ഞൊരു മോഡലാണ്. D5300 ഇത് ഞാൻ ഏകദേശം ഒരു 2 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്ന DSLR ആണ്. പക്ഷേ കൂടുതലും ഫോട്ടോകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ മോഡൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫ്ലിപ്പ് സ്ക്രീനും ബാക്കിയൊക്കെ ഉള്ളത് കൊണ്ട് വീഡിയോ റെക്കോർഡിങ്ങിന് അത്യാവശ്യം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ മൈക്രോഫോണാണ്. മൈക്രോഫോൺ വൻ ശോകമാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ. അതെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കൽ റെക്കോർഡ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഞാൻ അവസാനം ഓഡിയോ രണ്ടാമതായിട്ട് എഡിറ്റ് ചെയ്ത് സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഒരു 3.5mm കണക്ട് ചെയ്യാവുന്നൊരു പോർട്ടുണ്ട്. ഇവിടെ മൈക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി കണക്ടിവിറ്റി ഓപ്ഷൻസ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു 3.5mm ജാക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. ഇനി ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ഒരു മൈക്ക് വഴിയുള്ള ഓഡിയോ ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടി നല്ല രീതിയിൽ വീഡിയോകൾ എടുക്കണം എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഞാനിപ്പോൾ കറൻ്റിലി വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും ഞാൻ ഈ ഒരു എൻ്റെ ക്യാമറയിൽ ഇപ്പോൾ ഞാൻ ആ ഒരു പർട്ടിക്കുലർ ബോയ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാനിനി എൻ്റെ DSLR വെച്ചൊന്ന് റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്തിട്ട് ഈ ഒരു മൈക്കിൻ്റെ എഫക്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. പക്ഷേ ഈ ഒരു മൈക്ക് എനിക്ക് എൻ്റെ സ്മാർട്ട് ഫോൺ ആവശ്യമില്ല. കാരണം ഞാൻ കൂടുതലും വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നതും ഈ ഒരു വീഡിയോ കറൻ്റ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതും iPhone 11 Pro Max വെച്ചിട്ടാണ്. അതിൻ്റെ മൈക്ക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം കേൾക്കാൻ കഴിയും. വളരെ ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മൈക്കാണ് 11 Pro Maxന് വന്നിട്ടുള്ളത്. 7 Plusനൊക്കെ അത്യാവശ്യം ശോകമാണ്. പക്ഷേ 11 Pro Max ഒരു രക്ഷയുമില്ലാത്ത മൈക്ക് ക്വാളിറ്റി തരും. അത്യാവശ്യം ദൂരെ നിന്ന് സംസാരിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി തരുന്ന മൈക്കാണ് 11 Pro Maxൻ്റെത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മൈക്ക് ഈ ഒരു Boya-M1 ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു DSLR-ൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഈ ഒരു DSLR ഒന്ന് ഓണാക്കിയിട്ട് DSLR വഴി നമുക്ക് ഒരു വീഡിയോ എടുത്തതിന് ശേഷം അതിൽ ഈ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ നമ്മളിത് നമ്മുടെ മൈക്രോഫോൺ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ കണക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് ക്ലിപ്പ് ഇടാൻ പോകുന്നത് ഈ ഒരു DSLR-ൽ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു DSLR-ൽ ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മൈക്രോഫോൺ വഴിയുള്ള ഔട്ട് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാകും, നോയ്സ് ഒന്നും ഇല്ലാത്തതാണോ എന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊന്നൊന്ന് നോക്കിയിട്ട് വരാം. ഓൾറൈറ്റ് ഗെസ്, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ മൈക്രോഫോണിലാണ് ഇപ്പം കറൻ്റ് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ എൻ്റെ സ്മാർട്ട് ഫോണിലെടുത്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബോയയുടെ മൈക്രോഫോണിൽ നിന്നുള്ള ഔട്ടാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഞാനതൊന്ന് കേട്ട് നോക്കിയതിന് ശേഷം മാത്രമേ ഇതിനകത്ത് എത്രത്തോളം ഡിസ്റ്റർബൻസ് ഉണ്ടോ ബാക്കി കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പോൾ ഇവിടെ വെച്ച് സംസാരിച്ച് നോക്കുന്നുണ്ട് ഔട്ട്. കാരണം 360
സൗണ്ട് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കിതിൽ ഔട്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ. ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഔട്ട് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് അറിയാൻ പറ്റും. നല്ല ക്ലിയർ ആയിട്ടും ലൗഡായിട്ടുള്ള വോയിസ് ആണോ, ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സൗണ്ട് ആണോ എന്നൊക്കെ ഉള്ളത് ഈ ഒരു വീഡിയോ ഞാനൊന്ന് കണ്ടു നോക്കിയതിന് ശേഷം അതിൻ്റെ ഒരു നിങ്ങൾക്ക് കേൾക്കുമ്പോഴത്തേക്ക് അറിയാൻ കഴിയും. കാരണം നിങ്ങളിപ്പോൾ ഈ ക്ലിപ്പ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബോയ മൈക്ക് DSLR കണക്ട് ചെയ്തിട്ട് അതുവഴിയുള്ള ഓഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആ DSLR നിന്നുള്ള ഫയൽ എൻ്റെ ലാപ്പിലോട്ടൊന്ന് മാറ്റി കോപ്പി ചെയ്ത് ഇപ്പോൾ ഞാൻ ഇതൊന്ന് മീഡിയ പ്ലെയറിലൊന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ മൈക്രോഫോണിലാണ് ഇപ്പോൾ കറൻ്റ് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ എൻ്റെ സ്മാർട്ട് ഫോൺ അപ്പോൾ ഓക്കെ ഗൈസ്, അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളടുത്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബോയയുടെ മൈക്രോഫോണിൽ നിന്നുള്ള ഔട്ടാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ട് ശ്വാസം എടുക്കുന്നതൊക്കെ അത്യാവശ്യം എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ശ്വാസം എടുക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ നേരത്തെ വരുന്നുണ്ട്. ബട്ട് അത് നമ്മൾ നോർമലായിട്ട് നമ്മുടെ ക്ലിപ്പ് ചെയ്ത് വെക്കുമ്പോൾ ഷർട്ടിന് ക്ലിപ്പ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ഇഷ്യൂസും ബാക്കി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേസ് ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ ഒരു മൈക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന, പ്ലഗ് ആൻഡ് പ്ലേയിൽ യൂസ് ചെയ്യാവുന്ന വളരെ ചീപ്പായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ബട്ട് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടും ബാക്കി കാര്യങ്ങളിലൊക്കെ ആമസോണിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂസും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കി തന്നെ അറിയാം. വളരെ എഫക്റ്റീവായിട്ട് സെലക്ട് ചെയ്യാവുന്ന ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ബോയയുടെ എല്ലാ മൈക്രോഫോണുകളും നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ അതിൽ നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് പോകാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു M1 എന്ന് പറയുന്ന സാധനം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. മറ്റൊരു വിശേഷമായി വീണ്ടും കാണും വരെ. ബൈ ഫ്രം ട്രാവലർ.